ഹലോ ഫ്രണ്ട്സ്, 3RP വിഷ്വൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ വളഞ്ഞവഴി തീരമേഖലയിലാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഈ തീരത്ത് ഒരു ഗ്യാസ് ടാങ്കർ അടിഞ്ഞു കയറിയിരുന്നു. ആ ടാങ്കർ തീരദേശവാസികളെ തികച്ചും ആശങ്കപ്പെടുത്തിയിരുന്നു. അതെ, ഏത് രീതിയിലുള്ള ടാങ്കറാണെന്ന് അറിയാതെ ജനങ്ങൾ തികച്ചും ഭയപ്പെട്ടു. കടൽക്ഷോഭം വളരെ രൂക്ഷമായ ഒരു സ്ഥലമാണ് ഈ വളഞ്ഞവഴി എന്ന സ്ഥലം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ ഗ്യാസ് കണ്ടെയ്നർ ഈ തീരത്തടിഞ്ഞത്. രാവിലെയാണ് ജനങ്ങൾ കണ്ടത്. ഉടൻ തന്നെ പോലീസിലും കോസ്റ്റ് ഗാർഡിലും ഫയർഫോഴ്സിലും ഒക്കെ അറിയിച്ചു കേട്ടോ. അവർ വന്നതിന് ശേഷമാണ് ഇതൊരു കാലി ടാങ്കർ ആണെന്ന് സ്ഥിരീകരിച്ചത്. അതുവരെ ഇതിനടുത്തോട്ട് ആരും സമീപിച്ചതുമില്ല, ആരെയും സമീപിക്കാൻ അനുവദിച്ചതുമില്ല. ഒരാഴ്ചയ്ക്ക് മുൻപേ കേരളത്തിന്റെ ഉൾത്തീരത്ത് ഒരു കപ്പൽ അഗ്നിക്കിരയായി മുങ്ങുകയും ചെയ്തു. ആ കപ്പലിൽ നിന്നുള്ള ടാങ്കറാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതിനു മുമ്പും ഒരു കപ്പൽ മുങ്ങിയതിന്റെ ഫലമായി ഒത്തിരി കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞതായി നമ്മൾ കേട്ടിരുന്നു. അതുപോലൊന്നാണ് ഈ ടാങ്കറും. അതിനെ വലിച്ചു കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കടൽക്ഷോഭത്തെ തുടർന്ന് നശിച്ച ഒരു വീടിന്റെ സൈഡിലാണ് ഈ ടാങ്കർ വന്നടിഞ്ഞത്. 2 JCB ഉപയോഗിച്ചാണ് ഇത് കരക്ക് കയറ്റാൻ ശ്രമിക്കുന്നത്. കടലാക്രമണത്തെ തുടർന്ന് നശിച്ച വീടാണിത്. ഇവിടെ താമസിച്ചിരുന്നവരെല്ലാം വീട് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങളുടെ ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട്. രണ്ട് JCB ഉപയോഗിച്ച് അവർ കരക്ക് കയറ്റാൻ ശ്രമിക്കുന്നു കേട്ടോ. ഒരു JCB കൊണ്ട് വലിക്കുകയും മറ്റൊരു JCB കൊണ്ട് പൊക്കി കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ടും അത് കരക്ക് കയറ്റുവാൻ പറ്റുന്നില്ല കേട്ടോ. JCB കൊണ്ട് എത്ര ശ്രമിച്ചിട്ടും അത് കയറ്റാൻ കഴിയുന്നില്ല കേട്ടോ. എല്ലാവരും അങ്ങ് കുഴഞ്ഞു. ലാസ്റ്റ് അവർ പ്ലാൻ ഇടുകയാണ്. ക്രെയിൻ കൊണ്ടുവരാനുള്ള ശ്രമമാണ് കേട്ടോ. അവസാനം ക്രെയിൻ തന്നെ വേണമെന്നായി. ക്രെയിൻ അതിനു വേണ്ടി വരുന്നുണ്ടേ. ഇതൊരു ചെറിയൊരു കോൺക്രീറ്റ് നടവഴിയായിരുന്നു കേട്ടോ. അത് ക്രെയിൻ വരാൻ വേണ്ടി എല്ലാം പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. നാട്ടുകാർ അത്ര സഹകരണമുണ്ട്. ഇപ്പം പൊക്കിയെടുക്കും. ഇപ്പോൾ
JCB പരാജയപ്പെടുത്തി ക്രെയിൻ കൊണ്ടു പൊക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. രാവിലെ ഒന്നും ഒരു മനുഷ്യനെ ഇങ്ങോട്ട് അടുപ്പിച്ചില്ല, പോലീസും കോസ്റ്റ് ഗാർഡും ഒക്കെ കേട്ടോ. കാരണം ഇത് പൊട്ടിത്തെറിക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇത് നിറ ലോഡാണെന്നൊക്കെയാണ് ആദ്യം ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നത്. QR கோடு போட்டு பார்த்தா போட முடியும். நான் അങ്ങനെ ക്രെയിൻ കൊണ്ടുവന്നത് കരയ്ക്ക് കയറ്റി കേട്ടോ. ഇനി അവരുടെ ആസ്ഥാനത്തേക്ക് അതങ്ങ് കൊണ്ടുപോകാനാണ് പ്ലാൻ. ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള കാഴ്ചകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.